ഞങ്ങളിവിടെ നല്ല ബീറ്റ്റൂട്ട് ഇട്ട മസാല ദോശ ഫ്രഞ്ച് ടോസ്റ്റ് ഒക്കെ അടിച്ചിട്ട് പോയല്ലാതെ കുട്ടികൾക്കൊക്കെ ഇത് മനസ്സിലാവുമെന്ന് അറിയില്ല. അല്ല, ഞാനിങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കും, നമ്മളുടെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് സ്റ്റാർബക്സ് ആണോ? അപ്പൊ ആ ഒരു കോഫിയുടെ അത്രയും വരുമെന്ന് ഇങ്ങനെ. അത് നിങ്ങൾക്കിപ്പോൾ ഈ സ്റ്റാർബക്സിനോടുള്ള പോലത്തെ ഒരു ക്രേസ് ആയിരുന്നു. ഞങ്ങളുടെ അന്നത്തെ ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത് ഇന്ത്യൻ കോഫി ഹൗസും അവിടെ നിന്ന് ഒരു കോഫി വാങ്ങി ഷെയർ ചെയ്ത് കഴിക്കുക എന്നൊക്കെ ആയിരുന്നു. അവിടുത്തെ മസാല ദോശ അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു മസാല ദോശ വാങ്ങിയാൽ ചിലപ്പോൾ ഞങ്ങൾ 4 പേരൊക്കെ കൂടിയാണ് ഇത് കഴിക്കുക. അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ചിന്തിക്കാൻ പറ്റുന്നില്ല. അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങളും അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് പലതും ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങളും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഒരു കാപ്പി മേടിച്ചാൽ ഇയാളെ മനസ്സിലായില്ലേ? ഞാൻ നന്ദ. ഞാൻ സ്റ്റാർ സിംഗർ സീസൺ 9 ഫൈനലിസ്റ്റ് ആയിരുന്നു, കണ്ടസ്റ്റന്റ് ആയിരുന്നു. എല്ലാവരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സ്റ്റാർ സിംഗറിലെ വലിയ സിംഗറായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാട്ട് പാടും, കേൾക്കട്ടെ. ഇത് ബംഗാളി പാട്ടൊന്നും അല്ല കേട്ടോ. നമ്മൾ പാടുന്നതിനനുസരിച്ച് എന്തോ ഭാഷി എന്ന് പറഞ്ഞു. Hello Bashi. Actually, this means I love you so much. So I'm not telling you that I love you so much, but I want to say, আমি তোমাকে খুব ভালোবাসি। আমি আপনাদের সবাইকে খুব ভালোবাসি। লাভ ইউ কাতার, লাভ ইউ, লাভ ഈ സലീം ചൗധരിയുടെ ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ ലാലിന് ലഭിക്കാത്തൊരു ഭാഗ്യം മനോജിന് കിട്ടിയിട്ടുണ്ട്. സലീം യേശുദാസ് സർ ഇൻ ബംഗാളി, ശ്രീകാന്ത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിൽ 10-16 ബംഗാളി ഫോക്ക് സോങ്സ് ഒക്കെ ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. സലീം ചൗധരി. ഏത് സിനിമ? വസ്തുഹാര. ആ ഭാഗ്യവും കിട്ടിയിട്ടുണ്ട് അല്ലേ? അല്ല അദ്ദേഹത്തിന്റെ പടം എനിക്കറിയാം, പറഞ്ഞു കൊടുക്ക്. ഒന്ന് പാടൂ. ഇതിനുണ്ടോന്ന് അറിയണമല്ലോ. ഇതിനില്ല. ഇത് സലീം ചൗധരി മലയാളത്തിന് വേണ്ടി കമ്പോസ് ചെയ്തതാണ്. ജയരാജ് സംവിധായകൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഒരു സംഭവങ്ങളില്ലാതെ, കാരണം മിക്കവാറും ബംഗാളി എന്നുള്ള ഒരു സാധനം പുള്ളിയത് പാടിക്കൊടുക്കും, കേൾക്കട്ടെ. ഇതിനില്ല അങ്ങനെയുള്ള പ്രശ്നമുള്ളത്. പാടാൻ നോക്കാം. ശരി, ഓക്കെ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. മനോജ് കുറുമൊഴിയുടെ
ഉയരാരപ്പെട്ടു ചുറ്റി ഓണത്താടി വരുന്നേ ഓണത്താടി വരുന്നേ വെള്ളരക്കുമലമേലെ ആകാശം കൂടി തുണി ഉയരാരപ്പെട്ടു ചുറ്റി ഓണത്താടി വരുന്നേ ഓണത്താടി വരുന്നേ. ഞാൻ പറഞ്ഞില്ലേ സാർ, നന്നായിട്ട് പാടും, പക്ഷെ വകതിരിക്കില്ല സാർ. അതിപ്പോ എന്തിനാ? എവിടെ ഏത് പരിസരത്ത് എന്ത് പാടണം അവൻ ഒരു ഐഡിയ ഇല്ല. നേരത്തെ സാറ് പറഞ്ഞില്ലേ, ഈ കഴിഞ്ഞ ദിവസം ഒരു മരണ വീട്ടിൽ പോയി ഒരു പാട്ട് പാടി. ഏത് പാട്ടാണ് സാറിന് ഊഹിക്കാൻ പറ്റില്ല? സാറിന് ഊഹിക്കാൻ പറ്റില്ല? ഏതാണ്? പാടിക്കൊള്ളാ. എനിക്ക് ലാലേട്ടന്റെ വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാ. ചിക്കി ചക്കി ചാക്കി ചിക്കി ചക്കി ചക്കി മരണ വീട്ടിൽ ചിക്കി ചക്കി ചാക്കി ചിക്കി ചക്കി. പിച്ചകപ്പുകാവുകൾക്കുമപ്പുറം പതക്കത്തെയൊന്നുരുകി വീണുപോയി പിച്ചളപ്പുളുക്കുമിട്ടു വിണ്ടവം